അങ്ങനെ ബിഗ് ബോസിൽ ഇപ്പോൾ ജയിൽ നോമിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ജയിൽ നോമിനേഷൻ അനീതിയായിരുന്നോ? അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അനീഷ് ഉണ്ടായിരുന്നു ജയിൽ നോമിനേഷനിൽ. ഇപ്രാവശ്യവും അനീഷ്. അതിന് മാത്രം അനീഷ് എന്താണ് ചെയ്തത്? അനീഷിനേക്കാൾ കൂടുതൽ അങ്ങനെ വൈപ്പി നടക്കുന്ന നമ്മുടെ ആദിലയൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഈ ഒരു അനീഷിനെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു എന്നൊരു സംശയമുണ്ട്. ഇപ്രാവശ്യം ലക്ഷ്മിയും അനീഷുമാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലക്ഷ്മിക്ക് 7 വോട്ടുകളും അനീഷിന് 5 വോട്ടുകളുമാണ് ഉള്ളത്. ഇവരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ട ആൾ തന്നെയാണ്. എങ്കിലും അവരെക്കാൾ കൂടുതൽ നോമിനേറ്റ് ചെയ്യപ്പെടേണ്ട ആളുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. സാബുമോൻ വന്ന സമയത്ത് അനീഷ് വഴക്കുണ്ടാക്കി. അതിനാണ് എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ലക്ഷ്മിയും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വഴക്കുണ്ടാക്കി, ആവശ്യമില്ലാതെയൊക്കെ വഴക്കുണ്ടാക്കി. അവളും ജയിലിലേക്ക് പോവേണ്ട ആൾ തന്നെ ആയിരുന്നു. ആദിലയുടെയൊക്കെ ടാസ്ക് വളരെ മോശം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. എങ്കിലും അവളൊന്നും ജയിലിലേക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ എളുപ്പത്തിലുള്ള ഒരു ടാസ്ക്, സീക്രട്ട് ആയിട്ടുള്ള ടാസ്ക് കൊടുത്തിട്ട് അത് നമ്മുടെ ഷാനവാസ് കുളമാക്കി കൈ കൊടുത്തു. എന്നിട്ടും ആരും ഷാനവാസിനെയൊന്നും നോമിനേറ്റ് ചെയ്തില്ല. പിന്നെ ജയിലിൽ പോകുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ കഞ്ഞി, അച്ചാർ അങ്ങനെയുള്ള ഫുഡൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് കൊടുക്കും. എന്തായാലും ഷാനവാസൊക്കെ ജയിലിലേക്ക് പോവേണ്ട വ്യക്തി തന്നെയായിരുന്നു. എന്തായാലും ഷാനവാസ് ഇപ്രാവശ്യവും പോയിട്ടില്ല. അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു എന്നൊരു സംശയം എനിക്കുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.